ഒരു മനുഷ്യന് അയാൾക്ക് സാമ്പത്തികമായിട്ടൊക്കെ നഷ്ടമുണ്ടാകും, അയാൾക്ക് ചില പ്രശ്നങ്ങളുണ്ടാകും എന്നറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം ഒന്ന് പറഞ്ഞു, വിനയൻ്റെ ഭാഗത്ത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ അതുകൊണ്ട് വിനയൻ്റെ പടത്തിൽ അഭിനയിക്കും. അന്ന് ആ സമയത്തൊക്കെ അഡ്വാൻസ് മേടിച്ച ചില നടന്മാരൊക്കെ തിരിച്ചു വന്നു, അഡ്വാൻസ് അഭിനയിക്കും എന്ന് പുള്ളി ഉറപ്പിച്ച് പറഞ്ഞു. പക്ഷേ ഈ 2017 എൻ്റെ അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് മുഴുവൻ പറയുന്നത് എൻ്റെ ഭാഗത്ത് തെറ്റാണെന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ ഒരാൾ, ഞാൻ കൊണ്ടുവന്ന പിള്ളേർ പോലും എൻ്റെ കൂടെ നിൽക്കാത്ത ഒരവസ്ഥയിൽ എനിക്ക് അത്ര വലിയ ബന്ധമില്ലാത്ത 5, 6, 7 പടത്തിൽ അഭിനയിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ പറയുകയാണ്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നീ വിഷമിക്കണ്ട, രാവിലെയും വൈകിട്ടൊക്കെ ഫോൺ ചെയ്തിട്ട് സംസാരിക്കാന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ്. ഇനി കൂടെ നിന്നതുകൊണ്ട് ദൂരവ്യാപകമായ വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള ബോധ്യമുണ്ട്. ദോഷമേ ഉണ്ടാകത്തുള്ളൂ. ദോഷം ഉണ്ടായല്ലോ പുള്ളിക്ക്, 4-5 പടം പോയല്ലോ. അപ്പം നമ്മളെ വിളിച്ചിട്ട് പറയുകയാണ്, നിന്റെ ഭാഗത്ത്, ഞാനാണെങ്കിൽ മാസം ആലോചിക്കേണ്ടത് 4 ഭാഗത്തു നിന്നും മലയാള സിനിമയിലെ മുഴുവൻ സൂപ്പർ താരങ്ങളും അല്ലെങ്കിൽ അത് കണക്കുള്ളവരും ഒക്കെ പറയുന്നു വിനയൻ തെറ്റാണ്, ജനം പറയുന്നത് കേട്ടിട്ട് അവർ പറഞ്ഞാൽ പിന്നെ ഞാൻ പറയുന്നതാണ് വിലക്കെടുക്കുക എന്തൊക്കെ പറഞ്ഞ സമയത്ത് പറയുകയാണ്, അതല്ല വിനയൻ പറയുന്നത് തെറ്റ്, ന്യായം ഉണ്ടെന്ന് പറയുന്ന ഒരവസ്ഥ. പക്ഷേ എനിക്ക് വലിയ വിഷമം 2017 ഞാനത് എനിക്ക് തെളിയിക്കാൻ വേറെ മേഖലയൊന്നും ഇല്ലായിരുന്നല്ലോ, സ്ഥലമൊന്നും ഇല്ലായിരുന്നല്ലോ രമേശ്. അതുകൊണ്ടാണ് ഞാൻ കോടതി പോയത്, മനസ്സിലായോ? അതെ. അങ്ങനെ ഞാൻ കോടതിയിൽ പോയി, എനിക്ക് വിധി വന്ന സമയത്ത് പുള്ളി മരിച്ചു പോയില്ലേ, പുള്ളി 2017 മരിച്ചുപോയി. അല്ലെ പുള്ളി വലിയ ഒരു ഭയങ്കര ചിരിയൊക്കെ ചിരിച്ചേനെ.